സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ മുൻനിരയിലുള്ള നടൻ ബഹദൂർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 24 വർഷം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അപ്രപാളങ്ങളിൽ 5 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ബഹദൂർ എന്ന അതുല്യ നടൻ ഇന്നും മലയാളികളുടെ ചിരിയോർമ്മയാണ്. കുപ്പിവളയിലൂടെയും കുട്ടിക്കുപ്പായത്തിലൂടെയും ജോക്കറിലൂടെയും ഒക്കെ അവിസ്മരണീയമായ പ്രകടനമാണ് ബഹദൂർ എന്ന മഹാനടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ചെന്നൈ കോടമ്പക്കത്ത് ബഹദൂറിനോടുള്ള ആദരസൂചകമായി ഒരു റോഡിന് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. എന്നിരിക്കലും അർഹിക്കുന്നത്ര ബഹുമാനം കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന വിമർശനങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. അരങ്ങിലും അണിയറയിലും മുഖമൂടികളില്ലാത്ത ഒരാളെന്നാണ് ബഹദൂറിനെ അടുത്തറിഞ്ഞവർക്കെല്ലാം പറയാനുള്ളത്. അനായാസമായ അഭിനയ ശൈലിയാണ് ബഹദൂറിൻ്റെത്. ഏത് വേഷം ചെയ്താലും ഒരുപോലെ മികച്ചതാക്കി മാറ്റിയ അഭിനയ പാടവം. നാടകത്തിലൂടെയാണ് ബഹദൂറിന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് സിനിമയിലെത്തി. അവകാശി എന്ന ചിത്രത്തിലെ ചെറിയ വേഷം, പിന്നീട് പാടാത്ത പൈങ്കിളിയിൽ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തു. PK കുഞ്ഞാലുവിന് ബഹദൂർ എന്ന് പേര് നൽകിയത് തിക്കുറിശിയാണ്. നായർ പിടിച്ച പുലിവാൽ, ഉമ്മ, ഉണ്ണിയാർച്ച, പുതിയ ആകാശം, പുതിയ ഭൂമി, യക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ബഹദൂർ മലയാളത്തിലെ മുൻനിര ഹാസ്യ നടന്മാരിൽ ഒരാളായി. അക്കാലത്തെല്ലാം ഹാസ്യ നടനായും സ്വഭാവ നടനുമായൊക്കെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടുകയായിരുന്നു ബഹദൂർ. ലോഹിത് ദാസിന്റെ ചിത്രം ജോക്കറാണ് ബഹദൂറിന്റെ അവസാന ചിത്രം. കണ്ണു നന്നിയിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ജോക്കറിലൂടെ സമ്മാനിച്ചാണ് ബഹദൂർ അരങ്ങിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിടവാങ്ങുന്നത്. 2 തവണ മികച്ച രണ്ടാമത്തെ നടനുള്ളതും 1 തവണ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടി. ഇടക്കാലത്ത് നിർമ്മാതാവായും ഒരു കൈ നോക്കി. വിടവാങ്ങി വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ബഹദൂർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു.